നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളീയർക്ക് വളരെയധികം പരിചയമുള്ളതും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്നതുമായ തിരുതാളിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ ലക്ഷ്മണ എന്നാണ് പറയുന്നത്. കൺവോൾവുലേസി ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ഇപ്പോമിയ ഒബ്സ്ക്യൂറ എന്നതാണ്. ദശപുഷ്പത്തിലെ അംഗമായ ഈ സസ്യത്തിൻ്റെ ദേവതയായി കണക്കാക്കുന്നത് ശ്രീഭഗവതിയെയാണ്. ചിലയിടങ്ങളിൽ അത് ശിവനായും കണക്കാക്കപ്പെടുന്നു. തിരുതാളി തലയിൽ ചൂടിയാൽ ഐശ്വര്യവും ഫലപ്രാപ്തിയും ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിലത്തും വേലികളിലും പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടിയാണിത്. ഇതിൻ്റെ ഇല ഗർഭസ്ഥ ശിശുവിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ പൂക്കൾ ചെറുതും പിങ്ക് നിറത്തിലുള്ളതും ഉച്ചയോടെ വാടിപ്പോകുന്നതുമാണ്. ചെറുതാളി, ചുട്ടിത്തിരുതാളി എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ഈ സസ്യം പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത് വന്ധ്യത, സ്ത്രീകളിൽ കാണുന്ന ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്കാണ്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ്. ആഴ്സനിക് പോയ്സണുള്ള മറുമരുന്നായി ഇത് ഉപയോഗിച്ചു വരുന്നു. ചർമ്മരോഗങ്ങൾ, വയറിളക്കം, പിത്താശയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. തിരുതാളി, താളി എന്ന് പറഞ്ഞാൽ കേട്ട എല്ലാവർക്കും ഒരു അത്ഭുതം. താളി തന്നെയാണ്, താളിയായിട്ട് ഉപയോഗിക്കാം. ലക്ഷ്മണ എന്നാണ് അതിൻ്റെ പേര്. അതായത് ലക്ഷ്മണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീത്വം ഉണ്ടാക്കുന്നതെന്നർത്ഥം. അതിന് ഭയങ്കര ഞാൻ പറയുന്നത് ദശപുഷ്പത്തിൽ പെട്ടതാ, ഒരു അത്ഭുത സിദ്ധിയുള്ള ചെടിയാണ്. ഒരു ദൈവികമായ, ശിവനാണ് ഇതിൻ്റെ ദൈവം എന്നത്, ദൈവികമായ ഒരു ചെടിയാണ്. ഇത് ശരീരത്തിന് ബലം കൊടുക്കുന്നതാണ്, ക്ഷീണം മാറ്റും. ഇത് ദിവസേന ഈ അരച്ചിട്ട് ലേശം കഴിച്ചു കഴിഞ്ഞാൽ എന്നും നമുക്ക് ഈ സ്ട്രെസ് ജന്യമായ രോഗങ്ങളില്ലാണ്ടാക്കും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുർവേദത്തിൽ ഉപയോഗം ഈ ഗർഭിണികളിലാണ്. അതായത് ലക്ഷ്മണ പൈസാമൂലം പുത്ര ഉൽപാദ സ്ഥിതിപ്രദം എന്നാണ് പറയാം. അതായത് ഈ കുട്ടികൾ ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് ഈ തിരുതാളി പാൽക്കഷായമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും. ഈ ചില ഒറ്റമൂലി പ്രയോഗക്കാരൊക്കെ പ്രയോഗിക്കുന്ന ഇതാണ്. അത് എല്ലാവർക്കും അത് ശരിയായിക്കൊള്ളുന്നില്ല. പക്ഷേ ചില കണ്ടീഷൻ അനുസരിച്ച് ഈ ഗർഭാശയത്തിന് ബലം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഈ ലക്ഷ്മണ അല്ലെങ്കിൽ തിരുതാളി പാൽക്കഷായമായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഈ സ്പോണ്ടേനിയസ് അബോർഷൻ ഉള്ള ആൾക്കാർക്ക്, കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അബോർഷനായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഈ തിരുതാളി പാൽക്കഷായാക്കിയിട്ട് ഈ ഗർഭം ഉണ്ടാവണതിൻ്റെ ഒരു 3 മാസം മുമ്പ് കഴിപ്പിക്കുക. എന്നിട്ട് ഗർഭം ഉണ്ടായതിന് ശേഷം ഒരു 3 മാസം പാൽക്കഷായം കഴിച്ചാൽ ഈ അബോർഷനെ നമുക്ക് ഒഴിവാക്കാം. മാത്രമല്ല കുട്ടി ആ ഗർഭാവസ്ഥയിൽ നല്ലോണം ആരോഗ്യത്തോടു കൂടി വളരും ചെയ്യും. അതാണ് അതിൻ്റെ ഏറ്റവും അധികം ഉപയോഗം. ഈ ലക്ഷ്മണാരിഷ്ടം എന്ന് പറഞ്ഞാൽ അരിഷ്ടം തന്നെ ആയുർവേദത്തിൽ അവൈലബിൾ ആണ്.